പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്, ക്യാമറയൊക്കെ നോക്കി നാട് മുഴുവൻ തിളകും. അപ്പോൾ ഇന്ന് അത് വേണ്ട. ഹോളിഡേ ആണ്, കുറച്ച് ഫുഡുകളൊക്കെ ഉണ്ടാക്കി ഇവിടെ വീട്ടിൽ തന്നെ കൂടാന്ന് വിചാരിച്ചു. അപ്പോൾ അത് നമ്മളൊരു ചെറിയ വീഡിയോ ആക്കാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി എന്ന് പറയുമ്പോൾ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. സാധാരണ നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് മിക്സ് ചെയ്യുന്നുള്ളൊരു രീതി ഉണ്ടല്ലോ, അതൊക്കെ പാളി പോയി കഴിഞ്ഞാൽ പണി പാടുന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കും ചിലപ്പോൾ പലരും ബിരിയാണി ഉണ്ടാക്കാൻ മടിക്കുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാം നമ്മൾ കൂട്ടിക്കൊഴിച്ചൊരു ഉപ്പുമാവ് പരുവത്തിലാക്കിയിട്ട് ഒരു 3/4 മണിക്കൂർ വേവിക്കുന്നു. അത് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ബിരിയാണി റെഡി. ആർക്കും വേണമെങ്കിൽ ബിരിയാണി ഉണ്ടാക്കാം. കഞ്ഞി ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അഫ്കോഴ്സ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ ചിക്കൻ വേണം. നമ്മുടെ പ്രവാസികൾക്ക് ഇവിടെ കുവൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഷാദിയ ചിക്കൻ. ഈ ഒരു ചിക്കൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ പോയി മേടിക്കുന്ന ആ ഒരു ബ്രോയിലർ ചിക്കൻ ഉണ്ടല്ലോ, ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ 3 ഇരട്ടി ടേസ്റ്റുള്ളൊരു സാധനമാണിത്. ഹലാൽ ചിക്കൻ എന്നൊക്കെ പറയുന്നത് ഇവിടെ അവൈലബിൾ ആയിട്ട് സാധനമാണ്. 1 കിലോൻ്റെ പാക്കറ്റാണ് ഇത്. ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് ബ്രാൻഡിൽ വരുന്ന ബസ്മതി റൈസ്, താജ്മഹൽ ബ്രാൻഡിൻ്റെ ബസ്മതി റൈസ് കേട്ടോ. അത് 1 കിലോയുടെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, കാഷ്യൂ, അതുപോലെ തന്നെ ഉണക്കമുന്തിരി, പിന്നെ എന്താണ്, മിന്റ് ലീഫ് വേണം, മല്ലിയില വേണം, ഒരു 10 ഏലക്ക വേണം, ഗ്രാമ്പു വേണം, കുറച്ച് വലിയ ജീരകം, കുറച്ച് ചെറിയ ജീരകം, പിന്നെ ഫ്രഷ് യോഗട്ട്. ഇതിവിടെ കിട്ടുന്നതാണ്. ഇത് ഏതാ കമ്പനി? കെ ഡി കൗ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫ്രഷ് യോഗട്ട് വരണം. പിന്നെ ഒരു ചെറുനാരങ്ങ, പിന്നെ അൽമറായുടെ ഫ്രഷ് ബട്ടർ ഒരെണ്ണം. ഇത് എത്ര ഗ്രാം എന്നറിയോ? 100 ഗ്രാംസിൻ്റെ ഒരു ബട്ടർ. പിന്നെ 4 വലിയ ഉള്ളി, ഒരു 4 വലിയ തക്കാളി, ഇതാ ഇത്രയും അളവിൽ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ചിക്കൻ, നമ്മുടെ ലീഫുകൾ, അതുപോലെ ഉള്ളി, വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, കഴുകി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബസ്മതി റൈസ് ഇത് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് നമ്മൾ ബോയിൽഡ് ചെയ്ത് എടുക്കാനായിട്ട് പോവാണ്. ഇതിൽ നമ്മൾ വേറെ കാര്യങ്ങൾ, എന്താ പറയുക, നെയ്യ് അങ്ങനെയുള്ള വേറെ സ്പൈസസ് കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബട്ടർ ഉണ്ടല്ലോ, ബട്ടർ ഇതിലേക്ക് ഇടുന്നു. ജസ്റ്റ് തീ ഓണാക്കുന്നു. യെസ്, ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി, കാഷ്യൂ, അതുപോലെ തന്നെ ഉണക്കമുന്തിരിയില്ലേ, അത്രയും ചെറുതായിട്ട് ബോയിൽ ചെയ്തെടുക്കണം. കുറച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ ഏകദേശം മെൽറ്റായിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഉള്ളി എടുക്കുന്നു, ഇതിലേക്ക് ഇടുന്നു. തീ കുറച്ച് കൂട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നാലും ഇതൊന്ന് മര്യാദയ്ക്ക് വറുത്ത് കോരട്ടെ. ഇവിടെ ഒരാളുണ്ടോ, ലൈറ്റ് പിടിച്ചിരിക്കുന്നുണ്ട്. റിസ്ക് എടുത്തിട്ടുള്ള പണിയാണ് കേട്ടോ. അപ്പോൾ വറുത്ത് കോരിയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്, ഏകദേശം ഒരു മീഡിയം ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കാഷ്യൂ, അതുപോലെ മുന്തിരി ഇതിലേക്ക് ഇടണം. ഉണക്കമുന്തിരി എന്താണ്, കിസ്മിസ് അല്ലേ, കിസ്മിസ് ആൻഡ് കാഷ്യൂ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇത് നമ്മളെടുത്ത് ഒരു മീഡിയം ബ്രൗൺ കളറ്, മീഡിയം അല്ല, ഒരു ആവറേജ് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ എല്ലാം കൂടെ എടുത്ത് ഒരുമിച്ച് കോരി എടുക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റെന്താ പറയുക, കാഷ്യൂ ഇതൊക്കെ ബോയിൽ ചെയ്ത ആ ഒരു ബട്ടർ ഇവിടെ ഉണ്ട്. ബാക്കി മസാലപ്പൊടികൾ, ബോയിൽ ചെയ്ത ബോയിൽ ചെയ്ത റൈസ്,
നമ്മുടെ ബാക്കിയുള്ള ഉള്ളി, ഉപ്പ് കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ച ഉള്ളി, കട്ട് ചെയ്ത് വെച്ച ചിക്കൻ, അതുപോലെ തന്നെ ഇലകൾ, പിന്നെ ദമ്മിടാനായിട്ട് കുറച്ച് മൈദ ഇതായിട്ട് വെച്ചിട്ടുണ്ട്, യോഗട്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് പോവാണ്. അത് നമ്മൾ തക്കാളി വെളുത്തുള്ളി ഇടുന്നു. നമ്മൾ നേരത്തെ ഉള്ളി കാഷ്യൂ ഒക്കെ ഫ്രൈ ചെയ്ത ആ ഒരു ബട്ടറിലേക്ക് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ചിക്കൻ ഇടുന്നു. ചിക്കൻ തീരെ വെള്ളമില്ലാണ്ട് ഇടാൻ ശ്രദ്ധിക്കണേ. പിന്നെ ആവശ്യത്തിന് മല്ലിയില, അതുപോലെ തന്നെ പുതിന ഇടുന്നു. ഇത് നമുക്ക് ദമ്മിടാൻ ആവശ്യമുണ്ട് കേട്ടോ. അവിടെ നോക്കിയേ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ദമ്മിടാൻ ആവശ്യമുണ്ട്. കുറച്ചുകൂടെ എടുത്തേക്കുന്നുണ്ട്. പിന്നെ നമ്മളിതാ നേരത്തെ കാണിച്ച കേടി ഖാവ് കേട് സ്പൂൺ എന്തേ തൈരിടുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നു. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ബാക്കിയുണ്ട്, ഇത്രയും മതി നമുക്ക്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന സ്പൈസസ്, ചെറുനാരങ്ങയുടെ ഒരു 1/2 പോർഷൻ കേട്ടോ, 1/2 പോർഷൻ. ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ഓൾറെഡി റൈസിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഉപ്പ് നോക്കാം പിന്നീട്. പിന്നെ ടേസ്റ്റ് ജസ്റ്റ് ഒന്ന് മാറാനായിട്ട് ഒരു സ്വല്പം പഞ്ചസാര. ഇതാണോ, ഇത്രയും മാത്രം പഞ്ചസാര കേട്ടോ. അങ്ങനെ കുറച്ചും ഇടാം. യെസ്, ഇത്രയും നമ്മളെന്തോ പച്ച ഇറച്ചി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഫ്രഷ് ആയിട്ടുണ്ട്. ഞാൻ കൈയൊക്കെ ഓൾറെഡി വാഷ് ചെയ്തുകൊണ്ടാണ്. നമ്മളെന്ത് ചെയ്യുക, കൈ കൊണ്ട് തന്നെ മാക്സിമം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്നു. യെസ്, മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല് കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. ഇതൊക്കെ ഞാൻ ഭയങ്കര കുക്കായിട്ടില്ല. ഇതൊക്കെ പ്രവാസം സ്വീകരിച്ച സമയത്ത് റൂമിൽ വിശന്ന് പട്ടിണി കിടന്നപ്പോൾ താനേ പഠിച്ചതാണ് കേട്ടോ. എൻ്റെ കുഞ്ഞിനെ കാണിച്ചു കൊടുത്തേ. കുഞ്ഞ് വീഡിയോയിൽ വരുന്നില്ല പറഞ്ഞു ഞാൻ രാവിലെ അനി കൊണ്ടുവന്നു. നമ്മൾ ഇത് മൊത്തത്തിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നു. കുഞ്ഞ് പോയിട്ട് ആ വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ടേ. നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുമില്ല. നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ എങ്ങനെ എത്ര പാകത്തിന് ഇടുന്നതൊക്കെ പറഞ്ഞ് കൺഫ്യൂഷനായിട്ട് ഇരിക്കേണ്ട കാര്യമില്ല. ഇത് ഒറ്റയടിക്ക് ഇടുന്ന മിക്സ് ചെയ്യുന്നു. നമ്മളിതുപോലെ ഇതാക്കാം. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സംഭവം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എന്താ നമ്മളിങ്ങനെ ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലെവലിലുണ്ടോ, ഈ ഒരു ലെവലിൽ വെള്ളം നിൽക്കണം. അതാണ് ഇതിൻ്റെ ഒരു അളവ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ ഒരു വെള്ളം കണ്ടോ, കുഞ്ഞെ കണ്ടുപിടിച്ചു കേട്ടോ. ഇതുണ്ടോ, ഈ വെള്ളം നമുക്കിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു വെള്ളം ഇങ്ങനെ ഈ ഒരു ലെവലിൽ തെറിക്കുന്ന ഒരു അളവ് ഈ വെള്ളം ചേർക്കുക കേട്ടോ. ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം കേട്ടോ, ആർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു 45% ബോയിൽ ചെയ്ത് വെച്ച റൈസ്, ബോയിൽ ചെയ്ത് 45% ഇപ്പോൾ എങ്ങനെയാണ് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇത് ജസ്റ്റ് ചെറുതായിരുന്നു കടിക്കണം, അത്രയേ ഉള്ളൂ. ഇനി ഇത് കാണിച്ചു നോക്കി. ഇങ്ങനെ ഇത്രയും നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയിലേക്ക് നമ്മൾ ഓരോ ലെയർ ചോറിടുന്നു. ഇതൊക്കെ ഒരുപാട് ആളുകൾ കണ്ടതായിരിക്കും, പക്ഷെ എന്നാലും
ഈ സംഭവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ ഈ മേളിലുള്ള റൈസ് ഉണ്ടല്ലോ, ഇതിന് വേവ് കുറവായിരിക്കും, താഴെയുള്ള റൈസിന് വേവ് കൂടുതലായിരിക്കും. അപ്പം മേലെയുള്ള റൈസ് നമ്മൾ ഏറ്റവും ആദ്യം ഇടുന്നു. ഇത് നമ്മൾ കുറച്ചിങ്ങനെ പാകി കൊടുക്കുന്നു. അതിനുശേഷം കുറച്ച് മല്ലിയില, അതുപോലെ മിൻറ്റ്, പിന്നെ നമ്മുടെ ബട്ടറിൻ്റെ ചെറിയൊരു ലെയർ പതുക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ചുമ്മാ സ്ലൈസ് ചെയ്ത് ഇതിൽ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. അടുത്ത ലെയർ ഇടുന്നു. വിശക്കുന്നുണ്ട് കേട്ടോ. വയറിൻ്റെ ഉള്ളിൽ നിന്ന് ഗദ്ഗതം വരുന്നുണ്ടോ? ഗദ്ഗതല്ല, ജഗതി പറഞ്ഞ പോലെ വിശന്നിട്ട് വയർ തിത്തേ പാടും. അടുത്ത കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടുന്നു. നമ്മുടെ മല്ലിച്ചപ്പ് ബട്ടർ ഇടുന്നു. അടുത്ത ലെയർ കേട്ടോ. അടുത്ത ലെയറിലേക്ക് നമ്മൾ ചോറ് മൊത്തം ഇടാൻ പോകും കേട്ടോ. ഇനി നമ്മുടെ ബാക്കിയുള്ള ഇലകൾ, ബാക്കിയുള്ള കിസ്മിസ്, അതുപോലെ നമ്മുടെ വറുത്ത ഉള്ളി കാര്യങ്ങളൊക്കെ അതുകൂടെ ഇടുന്നു. ഒരു 2 പീസ് ബട്ടറും കൂടെ. ഇനി നമ്മൾ ദമ്മിടാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മൈദ ഇതുണ്ടാക്കാനുള്ള കേട്ടോ ബെറ്റർ കാണിച്ച് ഇങ്ങനെ തിരിച്ച് കയറ്റുന്നു. കേടെടുത്തത് കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മൾ അടച്ച് വെക്കാനായിട്ട് പോവാണ്. കണ്ട, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റെഡിയായി. ഈ ഒരു സംഭവം നമ്മൾ കറക്റ്റ് 3/4 മണിക്കൂർ നേരം ഗ്യാസിൽ ആദ്യം കുറച്ച് നല്ല ഫ്ലെയിമിൽ വെക്കും. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഒരു 1/4 മണിക്കൂർ, മൊത്തം 3/4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വേവിക്കുന്നു. വേറെ ഒന്നും നോക്കണ്ട, നമ്മൾ അടിയിൽ പിടിച്ച സംഭവം നോക്കണ്ട. ഈ സംഭവങ്ങൾ പൊട്ടിയിട്ട് ഇതിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ വേവ് കാര്യങ്ങളൊക്കെ. എന്തായാലും നമ്മൾ വേവിക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. കമാൺ, ഓക്കെ, വെക്കാൻ വേണ്ടി പോവാണേ. യെസ്, ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വയ്ക്കണം. ബിരിയാണി റെഡി ആവാൻ വേണ്ടി പോകാം കേട്ടോ. ജസ്റ്റ് 45 minutes. ഇനി 3/4 മണിക്കൂർ കഴിയണം നമ്മുടെ ബിരിയാണിയൊക്കെ ദമ്മായി സെറ്റായി വരണമെങ്കിൽ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഗൾഫിലെല്ലാവരും പറയും സുഖിച്ച് ജീവിക്കാമെന്ന്. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഒരു സെറ്റപ്പ് കേട്ടോ. ഇത് മെയിൻ ഡോറാണ് കണ്ടോ. ഇവിടുന്ന് പുറത്തേക്കുള്ള റൂട്ട് നേരെ കയറി വരുന്നത് തന്നെ കിച്ചണിലേക്ക്. ഇത്രയും ചെറിയൊരു പോർഷനാണ് കിച്ചണായിട്ടുള്ളത്. ഇത് ബാത്റൂം കണ്ടോ, ബാത്റൂം. ഇതിവിടെ നമ്മൾ ഗ്യാസ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഒരു എന്താ പറയുക, ഒരു പാർട്ടീഷൻ ചെയ്ത് ജസ്റ്റ് കട്ടറിട്ട് ചെയ്തൊക്കെയാണ്. ഇതൊക്കെ ശരിക്കും അവർ ചെയ്തു തരേണ്ടതാണ്. കഴിഞ്ഞ നേരെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമാണ് നമ്മൾ ബെഡ്റൂമായിട്ടും ഓഫീസ് റൂമായിട്ടും ലിവിങ് ഏരിയ ആയിട്ടും ഉപയോഗിക്കുന്നത്. കണ്ടോ, ഇത്രയും ഒരു സംഭവത്തിന് ഇവിടെ കുവൈറ്റിൽ ഞങ്ങൾ പേ ചെയ്യുന്നത് 165 ദിനാറാണ്. 165 ദിനാർ എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം 42,000 രൂപ. ഇതൊക്കെയാണ് നമ്മളിവിടെ നിന്ന് സുഖിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞ സംഭവം. ഇതാരാ അത് നോക്കട്ടെ, ലെമൺ ജ്യൂസ്. രാവിലെ എണീറ്റിട്ട് കുളിച്ചിട്ടില്ല, പല്ല് തേച്ചിട്ടില്ല, വെറും TV കണ്ടിരിക്കുകയായിരുന്നു അല്ലേ? കമ്പ്യൂട്ടർ. ഓക്കെ, ഏകദേശം 15 മിനിറ്റായി നമ്മളിപ്പോൾ ദമ്മിലിടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ 15 മിനിറ്റ് ആയപ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ സൈഡ് ഇവിടെ പൊട്ടിയിട്ട് നല്ല സ്റ്റീം, നല്ല പവർഫുള്ളായിട്ടുള്ള സ്റ്റീം പുറത്തേക്ക് വരുന്നുണ്ട്. അതിന് തന്നെ ഭയങ്കര സ്മെല്ലാട്ടോ, ബിരിയാണിയുടെ കറക്റ്റ് സ്മെല്ല് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇങ്ങനെ തന്നെ ഒരു അരമണിക്കൂർ കൂടെ ഇത് കീപ്പ് ചെയ്യണം. ക്യാമറ ആക്ഷൻ. പറയും പപ്പേനെ അറ്റാക്ക് ചെയ്യാൻ പറ്റാ. നീ ഇപ്പം അറ്റാക്ക് ചെയ്യല്ലോ.
അപ്പോൾ 45 മിനിറ്റ് നമ്മുടെ ബിരിയാണി ദമ്മിൽ കിടന്നിങ്ങനെ എന്താ പറയുക അടിപൊളിയായിട്ട് ദമ്മായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചേ. കണ്ട നമ്മുടെ നിൽക്ക് കാണിക്കാം. നിൽക്ക് കുഞ്ഞേ. എന്നാ നീ ഷൂട്ട് ചെയ്തോ. കാണിക്ക്. അങ്ങനെ കാണിച്ച ഉണ്ടാവും. ഇത് നമ്മൾ എടുക്കുന്നു. ഇത് 2 എടുക്കുന്നു. ഇത് പിടിച്ചേ. നിനക്ക് പൊന്തൂല. നിനക്ക് ഒരു മിനിറ്റ്. അതിനിടയ്ക്ക് ഞങ്ങൾ എന്താ പറയുക ഇവിടുത്തെ നമ്മുടെ കുക്കുംബറും തൈരും കൂടെ വെച്ചിട്ട് ചെറിയൊരു റൈത്ത ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നോക്കിക്കഴിഞ്ഞേ എന്നാ ഇത് കുഞ്ഞിന് കേട്ടോ. അപ്പോൾ നമുക്ക് ബിരിയാണി മിക്സ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഇവിടുത്തെ മേലുള്ള വൈറ്റ് റൈസൊക്കെ മാറ്റിയിട്ട് കണ്ട അടിയിൽ ആ ഒരു മസാല കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ. മിക്സ് ചെയ്തിട്ട് കാര്യങ്ങൾ കാണിച്ചു തരാം. അടിയിൽ മസാല അതുപോലെ നമ്മൾ പച്ച ചിക്കനാണ് ഇട്ടത്. അപ്പോൾ അത് എങ്ങനെ വെന്ത് എന്നൊക്കെ നമുക്ക് ശരിക്കും കാണിക്കാം. പിന്നെ ഈസി ആയിട്ടുള്ള ബിരിയാണി ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആദ്യം എന്തൊക്കെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് വൈറ്റ് റൈസ് നമ്മൾ ബസ്മതി റൈസ് ബോയിൽഡ് ചെയ്ത് വെച്ചു. ഒരു മീഡിയം കുക്ക് എന്ന് പറഞ്ഞാൽ ഒരു 40% കുക്ക്. പിന്നെ ചിക്കൻ കട്ട് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്പൈസസ് കാര്യങ്ങളൊക്കെ ഇട്ടു. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മളെ ഉള്ളി സവാളയും കൂടെ ജസ്റ്റ് ഒരു ബ്രൗൺ കളറിൽ ബോയിൽഡ് മറ്റേ ഫ്രൈ ചെയ്തെടുത്തു. അത്രയും കാര്യങ്ങളൊക്കെ ഇട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് ജസ്റ്റ് അടുപ്പിൽ വെച്ചു. ദാറ്റ്സ് ഇറ്റ്. അതാണ് ഈ ഒരു ബിരിയാണിയുടെ പ്രത്യേകത. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടൻ സ്റ്റൈലിലെ ദം ബിരിയാണി എന്ന് പറയുന്നതിന്. എന്തായാലും മിക്സ് ചെയ്തിട്ട് വിളമ്പട്ടെ എന്നിട്ട് കാണിക്കാം കേട്ടോ. ഇതിൽ ഒരു മീഡിയം ഫ്ലേവറുള്ള റൈസ് ഇടുന്നു. ഏറ്റവും ടോപ്പിൽ നമ്മൾ കുറച്ച് വൈറ്റ് റൈസ് ഇടുന്നു കേട്ടോ. നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് അതുപോലെ ആ മറ്റേ സവാള വറുത്തതിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഇതിൽ ശരിക്ക് വരുന്നുണ്ട് കേട്ടോ. കഴിച്ചു നോക്കാം കേട്ടോ. ആദ്യം നീ കഴിക്കും. നീ കഴിക്കും. കുറച്ച് റൈത്ത വേണമെങ്കിൽ റൈത്തെടുത്തോ. ആദ്യം ചിക്കന് വെന്തോ നോക്കട്ടെ. ചിക്കനൊക്കെ കാരണം പച്ച ചിക്കനാണ്. അത് ഒന്ന് കാണിച്ച് ഇത് തന്നെ മനസ്സിലായിക്കൂടെ ചിക്കൻ വന്നിട്ടുണ്ട്. ഉപ്പുണ്ടോ? ഓ ഉപ്പുണ്ട്. കുറച്ചുപ്പ് കൂടുതലാ? കറക്റ്റാ. ടേസ്റ്റ് കുറവാ. ചിക്കൻ നന്നായിട്ട് വെന്തുണ്ട്. ടേസ്റ്റ് കുറവാ. അടിപൊളി. ശരിക്കും കറക്റ്റ് വെന്തണം. എന്താണ് കുഞ്ഞു പറയട്ടെ അഭിപ്രായം. അഭിപ്രായം പറ. ഫ്ലേവർ പറ. ടേസ്റ്റ് പറ. സൂപ്പർ പറ. ശരിക്കും സൂപ്പറാണോ? ഓക്കെ. ഇത് കൊള്ളാം. ഇത് അടിപൊളി. ഇത് കൊള്ളാം. ഹലോ എന്താ അറബിയ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എന്താ പറയുക വീക്കെൻഡ് ഫ്രൈഡേ ഞങ്ങൾ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത് മാത്രമല്ല അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കി കൊച്ചു കഴിക്കുന്നു. കൊച്ചു സാധാരണ ബിരിയാണി കഴിക്കാറില്ല. അത്യാവശ്യം നന്നായിട്ട് തന്നെ ആയിരിക്കും കൊച്ചു കഴിക്കുന്നുണ്ടാവുക. പിന്നെ ഞങ്ങളുണ്ടാക്കിയ റൈത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ച യോഗട്ട് അതുപോലെ പിന്നെ കുക്കുംബർ കേട്ടോ. അപ്പോൾ എന്തായാലും കഴിക്കട്ടെ. നമ്മുടെ യാത്രാ വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.